വൈകുന്നേരങ്ങളിലെ കട്ടൻ ചായയും പഴംപൊരി അത് മലയാളികൾക്ക് എന്നും ഒരു വികാരമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി കേട്ടോ. അതിനിതേ ഒരുവിധം നന്നായി പഴുത്ത പഴം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തൊലിയൊക്കെ കണ്ടാലറിയാം ഒരുമാതിരി നല്ലതുപോലെ കറുത്ത വന്നിട്ടുണ്ട്. പഴംപൊരിക്ക് എപ്പോഴും നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിന് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറുജീരകം, ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അല്പാൽപ്പമായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് ചിലപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴായിട്ട് ഞാനിവിടെ ഏകദേശം നമ്മുടെ 250 ml മെഷറിംഗ് കപ്പിന് ഒരു 2.25 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു തിക്നെസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അകത്ത് കട്ട കെട്ടാതെ സൂക്ഷിക്കണം. കട്ടയുണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ പൊട്ടിത്തെറിച്ച് പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും കട്ടയില്ലെന്നുള്ളത് ഉറപ്പാക്കണം കേട്ടോ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബാറ്ററിൽ ഇപ്പം ഒരു ഫോമിൽ ഈ ഒരു തിക്നെസ് വേണം. ഒരുപാട് തിക്കായിട്ടും ഒരുപാട് ലൂസായിട്ടും ഇരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി കറക്റ്റായിട്ട് കിട്ടത്തില്ല. തിക്കായിട്ടിരുന്നാൽ അതിലോട്ടെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. ലൂസായിട്ടിരുന്നാൽ നമ്മൾ അതിൻ്റെ പുറന്തോൽ ഒട്ടും കട്ടി ഉണ്ടാവില്ല. ചുമ്മാ വെള്ളത്തിലിട്ടെടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും അതിനുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ പഴമൊക്കെ പൊളിച്ച് 2ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചു. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ പഴം ആ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ പഴംപൊരിയിലേക്ക് ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും കേട്ടോ. അതുപോലെ നമ്മളിങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടിപ്പിച്ച് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇടുക കേട്ടോ. അധികം സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെയാകും. ഇപ്പോൾ ഒരു സൈഡ് വീണ്ടും ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു ഗോൾഡൻ നിറമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പയ്യെ അത് എടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒന്നാമത് ഇത് പഴുത്ത പഴവും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഇവിടെ ഇപ്പം ഞാൻ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡിയായി എടുക്കുകയാണ്. ഈ ഒരു കളറായിരിക്കില്ല കേട്ടോ നമ്മളിനി പുറത്തിറക്കി അതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ ഇച്ചിരി കൂടെ നല്ലൊരു കളർ കിട്ടും. നമ്മൾ ഈ ചായക്കടയിലൊക്കെ ഇങ്ങനെ പലഹാരപ്പെട്ടിക്കകത്ത് ഇങ്ങനെ കാണുന്ന ഒരു കളറില്ലേ പഴംപൊരിയുടെ, ആ ഒരു കളറിലേക്ക് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.